അവന്റെ രാജ്യം വരുവാൻ അയൽവാസിയെ നാം അറിയണം. അവന്റെ സ്നേഹം മുഴുകാൻ അകതാരിനിയും തുറക്കേണം. കരുണകൾ കൊണ്ടും നന്മകൾ കൊണ്ടും നിത്യനായ മനുഷ്യനു വേണ്ടി വീതിയൊരുക്കുക നാം. കിന്നരം കൊണ്ടും കുഴലുകൾ കൊണ്ടും അവനായി പാടുക നാം, അവനായി പാടുക നാം. എന്താ പൊന്നുമേ? മോളെ കാണുന്നില്ല. മോളെ കാണുന്നില്ല. ഒരു കുറവുണ്ടാവില്ല. കൈവിട്ട് പോകരുതെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞതാ. ബാക്കിയുള്ളവരുടെ മനസ്സിൽ തീ കോരിയിടാൻ. പെരുന്നാൾ പറമ്പാണ്, തിരക്കുണ്ടാവുന്ന എത്ര തവണ പറഞ്ഞതാ. അതെങ്ങനെയാ? സൂക്ഷ്മത വേണ്ടേ? പ്രദക്ഷിണം കഴിഞ്ഞ് പള്ളിക്കകത്ത് കയറുന്നതുവരെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാ. രൂപക്കൂടിന്റെ അവിടേക്ക് നടക്കാൻ തുടങ്ങുമ്പോ അറിയാണ്ട് കൈവിട്ടു പോയതാ. അറിയാണ്ട് കൈവിട്ടതാണ് പോലും. നാണമില്ലല്ലോ പറയാൻ. കൊച്ചു കുഞ്ഞു വല്ല അപകടത്തിൽ ചെന്ന് വിട്ടിരുന്നെങ്കിലോ? കർത്താവിന്റെ കരുണ കൊണ്ട് ഒന്നും ഉണ്ടായില്ല. വെടിക്കെട്ടുകാർ തീ കൊളുത്തുമ്പോഴാണ് മോളെ വിളിച്ചെന്ന് പെട്ടിരുന്നെങ്കിലോ? അപ്പോഴും പറയുമല്ലോ അറിയാണ്ട് കൈവിട്ടു പോയാണെന്ന്. ഇണങ്ങണ്ട, വഴി വെച്ച് അതും കൂടി നാട്ടുകാരെ അറിയിക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അപ്പോ നാളെ രാവിലെ 10 മണി ഞങ്ങൾ സാറിന് വണ്ടി അയക്കാം. വേണ്ട വേണ്ട, വണ്ടി ഒന്നും അയക്കണ്ട. കൃത്യം 10 മണിക്ക് നിങ്ങൾ മറ്റുള്ളവരെ പിടിച്ചുകൂട്ടാൻ നോക്ക്. മീറ്റിംഗിന് കോറം ഉണ്ടാവും. ബീവി ഇന്ന് വലിയ ബിസിയാണല്ലോ. തോമസ് കുട്ടിനെ കണ്ടുകളയാം. പിന്നെ വിശേഷിച്ചൊന്നുമില്ല. അപ്പൻ അമ്മയെ വഴക്ക് പറഞ്ഞു. അമ്മയ്ക്ക് എപ്പോഴും വഴക്ക് വാങ്ങിക്കാനേ നേരമുള്ളൂന്നേ. പള്ളിയിൽ തിരക്കിൽ വെച്ചേ ഞാൻ അമ്മയുടെ കൈ വിട്ടുപോയി. ഇത്തിരി നേരം എന്നെ കണ്ടില്ല. കൊച്ചുകുട്ടിയല്ലേ, സൂക്ഷിക്കണ്ടേ? എന്തെങ്കിലും വന്നാലോ? അപ്പൻ അമ്മയെ ഭയങ്കര വഴക്ക്. നിന്നെന്തിനാ അമ്മയുടെ കൈവിട്ട് പോയത്? അതുകൊണ്ടല്ലേ അമ്മ വഴക്ക് കേൾക്കേണ്ടി വന്നത്. അത് ഞാൻ കൊച്ചുകുട്ടിയല്ലേ, എനിക്ക് വല്ലതും അറിയും. ആമനുണ്ടല്ലോ അവിടെ ഇല്ലേ? ഉണ്ടുണ്ട്. അവിടെ പേഷ്യൻസിന്റെ തിരക്ക്. ഇപ്പൊ കയറി ചെന്നാല് വല്ല ഗർഭിണികളുമാണെന്ന് ചികിത്സിച്ചു കളയും. ശരിയാ. പോരാത്തതിന് സാറിന് നല്ല കുടവണ്ടിയും ഉണ്ടല്ലോ. അത് തോമസ് കുട്ടി എന്നെ ഒന്ന് ഇരുത്തിയതാണല്ലോ. നേതാക്കന്മാരായാല് കുറച്ച് കുടവേറ്, കുറച്ച് പ്രഷർ, ഷുഗർ അതൊക്കെ വേണം അല്ലേ മോളെ? അതിൽ അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അയ്യോ വേണ്ട പോലെ, വീട്ടിലെ കാപ്പി ഞാൻ തന്നെ വേണ്ട കുടിച്ചു തീർക്കാൻ. ചെല്ലട്ടെ, ഇവിടെ തിരക്കിപ്പോ കുറഞ്ഞാണ്. പോട്ടെ മോളെ. ആലോചിക്കാം. മോനിപ്പോൾ മിടുക്കനായി പോയി. പ്രസവിച്ച ഉടനെ എല്ലാവരും ഒന്ന് പേടിപ്പിച്ചു കളഞ്ഞു അല്ലേ മോനെ? ഇത് ഇവളുടെ രണ്ടാമത്തെ പ്രസവ. കഴിഞ്ഞ തവണയും 30 മുമ്പേ ആയിരുന്നു. 3 ദിവസം തികച്ചില്ല.
ഇത്തവണയും ചതിക്കുമെന്നാ കരുതിയത്. സത്യം പറയാമല്ലോ, ഡോക്ടർ ഒരാളുടെ കൈപ്പുണ്യം കൊണ്ടാ ഈ തങ്കക്കുടത്തിന് ബാക്കി കിട്ടിയത്. പോകുന്നതിന് മുമ്പ് ഡോക്ടറെ വന്നൊന്ന് കാണാൻ എന്നേക്കാൾ നിർബന്ധം ഇവർക്കായിരുന്നു. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഏ ടോക്കൺ ഓഫ് ഓവർ ലവ് ഞാൻ വന്നപ്പോ കൊണ്ടുവന്നാണ്. ഡോക്ടറുടെ കുട്ടിക്ക് കൊടുക്കണം. സ്നേഹത്തോടെ തന്നായില്ലേ ഞാൻ വാങ്ങുന്നു. പക്ഷേ ഇതണിയാൻ എനിക്ക് കുട്ടികളില്ല. ആ ഭാഗ്യം മാത്രം ദൈവം എനിക്ക് തന്നില്ല. ഐ എം സോറി ഡോക്ടർ. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഇത് മോന് എന്റെ സമ്മാനം. വാങ്ങിച്ചോളൂ. താങ്ക് യു ഡോക്ടർ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ. അമിന, കരയരുത് അമിന. ഞാൻ കഴിഞ്ഞില്ലല്ലോ. നിഷേധിക്കപ്പെട്ട സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർത്താൽ നമുക്ക് കരയാനും നേരം ഉണ്ടാവും. ദൈവം നമുക്ക് എന്തെല്ലാം തന്നു. നല്ലതിനെ കുറിച്ച് മാത്രം ഓർത്താൽ മതി അമിന. എങ്കിലേ നല്ലത് ചെയ്യാൻ മനസ്സ് ബാക്കിയുണ്ടാവും. ആന്റി, അകത്ത് നമ്മളെ അല്ല ആന്റി, അമ്മാവന് ചെക്കപ്പ് ചെയ്യായിരുന്നോ? ഫ്രീ ആയിട്ടൊന്നും വേണ്ട കേട്ടോ. കേസ് വാങ്ങിയിട്ട് മരുന്ന് എഴുതി കൊടുത്താൽ മതി. ടൈലം മുറുക്ക്. ഇതെവിടുന്നാ മോളെ? പെരുന്നാളിന് പോയപ്പോ വാങ്ങിച്ചതാ. എന്തോരം ആളുകളായിരുന്നോ. പള്ളി പോയിട്ട് മോൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു? എല്ലാവർക്കും വേണ്ടി. അപ്പന്, അമ്മയ്ക്ക്, ആന്റിക്ക്, അമ്മാവന്, പിന്നെ മിനിക്ക്, അപ്പാപ്പന്, സ്കൂളിലെ ടീച്ചർക്ക്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അയ്യോ, നാളെ സ്കൂളുള്ളതാ. കുറച്ച് ഹോംവർക്ക് കൂടി ബാക്കിയുണ്ട്. ഞാൻ പോട്ടെ. അമ്മോന് ഗുഡ് നൈറ്റ്. ആന്റിക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ? എന്ത് പറ്റി? ഒന്നുമില്ല. പൊന്നമ്മേ, പൊന്നമ്മേ, ഞാൻ വഴക്ക് പറഞ്ഞത് വിഷമമായോ? മോളോടുള്ള സ്നേഹത്തിന്റെ മുന്നിൽ ഞാനൊന്നും ഓർത്തില്ല. പോട്ടെ, മറന്നിട. ഞാൻ എപ്പോഴേ മറന്നു. പിന്നെ ഈ സ്നേഹത്തിന്റെ മുൻപിൽ ഞാൻ തളർന്നു പോകുന്നു. നേരം ഒരുപാടായി. അതും ഇതും ആലോചിക്കാതെ കിടന്നുറങ്ങ.
സമയം എത്രയാണെന്ന് അറിയോ? അപ്പൻ എഴുന്നേക്കാൻ വയ്യല്ലേ മോളെ? അയ്യോ വേണ്ട വേണ്ട, ഫുൾ ഫുൾ. മോൾക്ക് അയ്യോ വേണ്ട വേണ്ട, ഫുൾ ഫുൾ. മോളെ പോകാം, നേരമായി. വാ. ഒന്ന് വരട്ടെ. ബെല്ലടിച്ചെന്നാ തോന്നുന്നത്. കുട്ടികൾ ആരെയും വെളിയിൽ കണ്ടില്ലല്ലോ. ആ, സ്കൂൾ വിട്ട് വരുമ്പോ മോൾ അരിയെ കൂടി സൂക്ഷിച്ചു വരണം. ആ, ഹോംവർക്ക് എല്ലാം വൃത്തിയായി എഴുതിയെടുത്തോളൂ. ബൈ ബൈ. ഇന്ന് ടീച്ചറോട് ചോദ്യം ചോദിക്കാം. എല്ലാവരും ആലോചിച്ച് മറുപടി പറയണം. നിങ്ങളെല്ലാവരും പഠിച്ചു വലുതാകില്ലേ? അങ്ങനെ വലുതായി തീരുമ്പോൾ ആരായി തീരണമെന്നാ നിങ്ങളുടെ ആഗ്രഹം? പത്മിനി ടീച്ചർ പറയൂ. എനിക്ക് എയർ ഹോസ്റ്റസ് ആവണം. ആഹാ, സിറ്റ് ഡൗൺ. റോസലിനോ? ഡോക്ടർ ആവണം. സിറ്റ് ഡൗൺ. വത്സലിക്കോ? എനിക്ക് ടീച്ചറായാൽ മതി. സിറ്റ് ഡൗൺ. റൂബിക്കോ? എനിക്ക് കമലഹാസനാവണം. മിനി തോമസിനോ? എനിക്ക് എന്റെ അപ്പനെ പോലെ ഒരു നല്ല ആളാകണം. ഒന്ന് പൊട്ടി. എന്റെ അമ്മാവ ഇത്രത്തോളം പോന്നൊരു മുറിവായിരുന്നു. ഇത് കണ്ടില്ലേ? ഇനി അപ്പം വന്ന എന്നെ പിടിച്ച് ആശുപത്രിയിലാക്കും. ആ, തോമസ് കുട്ടി ആദ്യം ചെയ്യും, അതിനപ്പുറം ചെയ്യും. ഡോക്ടർ ആമിന ഹിയർ. എന്താ സിസ്റ്റർ? അതെയോ, ഞാനിതാ വരുന്നു. ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു എമർജൻസി കാൾ. പോകാം, വന്ന വഴിയില്ലേ, ഞാൻ കാപ്പി എടുക്കട്ടെ. ഭർത്തൃ ശുശ്രൂഷയൊക്കെ പിന്നെ. കാപ്പി ഞാൻ തന്നെ എടുത്ത് കുടിച്ചോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബീ പൊക്കോളൂ.
മോളെ അപ്പം വരെ നേരായി, നമുക്ക് പോവാം. വാ മോളെ. മോള് കാപ്പ് കുടിച്ചിട്ടേ ഉള്ളൂ. എന്താ മോളെ? ഞാൻ പോട്ടെ. മതി മതി, ഇങ്ങനെ തിന്നാലേ തിന്നാല് ഞാൻ തിന്ന് തിന്ന് പെട്ടെന്ന് വലുതായി പോവും. വലുതായി പോയാലെന്താ? കെട്ടിച്ചയക്കണം, അത്രല്ലേ ഉള്ളൂ. ഡോക്ടർ വേണോ, എഞ്ചിനീയർ വേണോ, രാഷ്ട്രീയക്കാരൻ വേണോ? എന്നെ എന്റെ അപ്പം കിട്ടിയാ മതി. മിന്നലേ, അപ്പം. മോളെ കാലിനെന്ത് പറ്റി? ഒരു ഉറുമ്പ് കടിച്ചത്തോളം വലിപ്പത്തിലൊന്ന് പോറി. പൊന്നമ്മ ആമിനല്ലേ ആൾക്കാർ ഉടനെ മരുന്നായി വെച്ച് കെട്ടായി. എന്നാലും ഒരെന്നാലും ഇല്ല, താനും ചുമ്മാരി. പിന്നെ തോമസ് കൂട്ടി ഒരു വിവരം പറഞ്ഞു. കാശ് ഒരുപാട് ലാഭമാകുന്ന ലക്ഷണമാണ്. മിനിമോള് വലുതാകുമ്പം അപ്പനെ കൊണ്ട് കെട്ടിച്ചാ മതിയെന്ന്. എന്നാ ഞാനങ്ങോട്ട് ചെല്ലും. വല്ല പാടുതൊന്ന് ഊരി മുണ്ടിലോട്ട് കയറിയെങ്കിലും സമാധാനമാകും. വാ മോളെ. ടാറ്റാ. 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 പൊടി. ടാറ്റാ. മിനിമോളെ, പൊന്നമ്മേ, അപ്പാപ്പൻ. അപ്പാ, ദേ അപ്പാപ്പൻ. പൊന്നമ്മേ, ഇത് കാലെന്ന് കഴിയാൻ കിണ്ടിലിച്ചിരി വെള്ളം ചൂടുവാ. അപ്പാപ്പ ഇവിടെ കിണ്ടിയില്ല, മഗ്ഗേ ഉള്ളൂ. എന്ത് കുന്തമെങ്കിലും ആവട്ടെ, വെള്ളം ഉണ്ടല്ലോ. അപ്പച്ച മരുന്ന് വഴിയേ? ഞാനേ ഏലമ്മപ്പങ്ങളുടെ അവിടെ വരെ ഒന്ന് പോയി. മടങ്ങി വരുമ്പോ ദേ ഈ നേരമായി. എന്നാ പിന്നെ ഇന്ന് ഇവിടെ കൂടിക്കളയാന്ന് തരും. നാളെ അതിരാവിലെ എനിക്ക് പോകണം. ചെന്നിട്ട് വേണം പശുവിനെ കറക്കാൻ. ഈ ചായക്കടക്കാരുടെ ഉത്സവക്കോളുള്ള സമയാ. വേണ്ടേ, 5-6 കാച്ചിലും കണ്ടിച്ചേമ്പിന്റെ വിത്തൊക്കെ ഉണ്ട്. വാഴക്കെണ്ണും എടുത്തോണ്ട് പോകും. അതോട്ടിരിക്കാം. നമ്മളെ ഇത്തവണത്തെ നടുനിലകളെല്ലാം മോശമാ. തോമസ് കുട്ടി ഇന്ന് ആഫീസിൽ പോയി? പോയില്ല, ഇന്ന് ലീവ് എടുത്തു. എന്തൊരു ചൂടാടോ. നാട്ടിലെ വെള്ളയൊക്കെ നശിച്ചത് തന്നെ. ഇവിടുത്തെ കൊതുവിന്റെ നിലവാരം എങ്ങനെയുണ്ട്? കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ കടിച്ചു പൊളിച്ചതിന്റെ പാടേ ഇപ്പോഴും പോയിട്ടില്ല. പൊന്നമ്മേ, അപ്പച്ചൻ കുടിക്കാൻ വല്ലതും കൊടുക്ക. ഇപ്പൊ കടയിൽ ആരെല്ലാം ഉണ്ട് പണിക്കെല്ലാം? അങ്ങനെ സ്ഥിരമായിട്ട് ആരുമില്ല. ചിലപ്പോ ആ മേരിപ്പെണ്ണിനെ വിളിച്ചൊന്ന് ചെയ്യിപ്പിക്കും. ചിലപ്പോ ചാക്കുണ്ണിയോ അന്തപ്പനോ ആരായാലും വേണ്ടില്ല. സ്ഥിരമായിട്ട് ആരുമില്ല. അപ്പച്ചതേ ചായ. ചായക്കടക്കാരന്റെ മകളുണ്ടാക്കിയ ചായ ആയതുകൊണ്ട് നല്ല രുചി കാണും. നമസ്കാരം. 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 ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയതേ ഉള്ളൂ. നമ്മുടെ അലി സാഹിബ് ദൂരെന്ന് പറഞ്ഞ കണ്ടാലേ അന്തോണിക്കുട്ടിയാന്ന് വിചാരിക്കും. നമ്മുടെ മരുമകൻ ആള് മഹാസാധുവ, മിണ്ടാപ്രാണി. കാര്യഗൗരവമായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ അലി സാഹിബ് വേണം. കുട്ടിയുടെ മാറി നിൽക്കൂ. കുട്ടി ഇവിടെ നിൽക്കണം. എല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? യെസ് ടീച്ചർ. യെസ് ടീച്ചർ. കുട്ടിയോ എന്താ കാര്യം? വിദ്യാഭ്യാസം ഇല്ല, എഴുത്തും വായന അറിഞ്ഞൂടാ. ഇന്ന് ടീച്ചർ ഒരു ചോദ്യം ചോദിക്കാം. നല്ലോണം ആലോചിച്ച് മറുപടി പറയണം.
നിങ്ങൾ എല്ലാവരും പഠിച്ച് വലുതാവില്ലേ? അങ്ങനെ വലുതാവുമ്പോ ആ, ആരാകണമെന്നാ നിങ്ങളുടെ ആഗ്രഹം? കുട്ടി പറയൂ. എനിക്ക് മിനിമോളുടെ അമ്മാവനാകണം. കുട്ടി സ്ഥിരം. അടുത്ത കുട്ടി പറയൂ. എനിക്ക് മഠത്തിൽ തോമസ് കുട്ടിയാകണം. കുട്ടി സ്ഥിരം. അടുത്ത കുട്ടി പറയൂ. പറയൂന്ന്. എനിക്ക് ഒരു വലിയ ചായക്കടക്കാരനാവണം. എന്റെ ഈശ്വര, ഒന്നുമില്ലേലും ഇവിടെ തന്നെ ഒന്ന് ഒതുങ്ങിക്കൂടാന്ന് എന്റെ കുട്ടിക്ക് തോന്നിച്ചല്ലോ. അച്ഛനെ പോലെ തന്നെയാ മോനും, തോട്ടി പോലെയാ പൊക്കം. ആ കുറി തൊട്ട് തീർന്നില്ല, അപ്പോഴേക്കും ധൃതിയായി. അവിടെ നില്ല് ചന്തുട്ടിയെ. നാട്ടിലെവിടെയെങ്കിലും ഒരാശുപത്രി തുടങ്ങി അതിന് അച്ഛന്റെ പേരും ഇട്ട് നിന്നെ ഏൽപ്പിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിനോ തരം കിട്ടിയില്ല. മലയാളം പറയാൻ കഴിയുന്ന നാട്ടിൽ തന്നെ ഒരു ജോലിയാകാമെന്ന് എന്റെ മോൻ ഏറ്റല്ലോ. അത് എന്നെ ഭാഗ്യം. ഇനി ഈ വീട് ഭരണമൊന്നും അമ്മയ്ക്ക് വയ്യ. രാമായണവും വായിച്ച് നാമവും ജപിച്ച് ഒന്ന് സ്വൈരമായിരിക്കും. അതിനുള്ള വഴിയും കൂടെ നീ ഉണ്ടാക്കി. അതിനെന്താ, അമ്മ വിശ്രമിച്ചോളൂ. വീട്ടു ജോലിക്ക് നമുക്ക് നല്ല പണിക്കാരെ ആരെങ്കിലും നിർത്താം. നീ വരണമൊന്നും ഞാൻ നോക്കില്ല. നല്ല കുറിച്ചെന്നാലുണ്ടല്ലോ. പണിക്കാരെ നിർത്തുന്ന കാര്യമാണോ അമ്മ ഇപ്പൊ പറഞ്ഞ? ആണോന്ന് അല്ലെന്ന് നിനക്കറിയാലോ. പിന്നെന്താ, പാവം അമ്മയിട്ട് കളിപ്പിക്കുക, അത്ര തന്നെ. ഒന്നിനോളം പോന്ന വളർച്ചയായി. പഠിക്കണമെന്ന് പറഞ്ഞിടത്തോളം പഠിപ്പുമായി. വിദേശത്ത് പോയി പഠിപ്പ് കഴിഞ്ഞ് അവന് ഇഷ്ടമുള്ളിടത്ത് ജോലിയായി. എന്നിട്ടേ അമ്മയ്ക്കൊന്ന് വിശ്രമിക്കണമെന്ന് അവനോട് പറഞ്ഞപ്പോഴേ അവനൊരു പണിക്കാരിയെ നിർത്താന്ന്. അങ്ങനെ ഇപ്പൊ അമ്മയ്ക്ക് വിശ്രമിക്കണ്ട. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അമ്മേ? അല്ല, റഷീദ് തന്നെ പറ. അല്ല, അമ്മ പറയുന്നതിന് കാര്യമുണ്ടേ. സമയാസമയങ്ങളിൽ നടക്കണ്ടേ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്ക് നീ എന്റെ റഷീദേ. അപ്പൊ റഷീദ് എന്റെ പക്ഷത്ത് നിന്നും കാലു മാറി. എവിടുന്നായാലും വേണ്ടില്ല, നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. ഏതായാലും അമ്മ സമാധാനപ്പെട്. സാവകാശം നമുക്ക് ആലോചിക്കാം. നീ ഇത്രയും വലിയ പഠിപ്പും പഠിച്ച് ഒരു നല്ല ജോലിക്ക് പോകുമ്പോ ഇതൊന്നും കാണാൻ എന്റെ കൂടെ ഇല്ലാണ്ട് പോയല്ലോ. അമ്മ വരൂ, എനിക്ക് പുറപ്പെടാൻ നേരമായി. അച്ഛനെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് എന്റെ കുട്ടി പുറത്തുള്ളൂ. ഒന്നുകൊണ്ടും ഒരു തരക്കേടും ഉണ്ടാവില്ല. നമസ്കാരം. നമസ്കാരം. വരൂ, ഇരിക്കൂ. മനസ്സിലാവത്തോണ്ട് ചോദിക്കുക, ആരാണാവോ? എന്റെ പേര് അലി, അക്ബർ അലി എന്നാണ് മുഴുവൻ പേര്. ഞാൻ ചേരവിള സാറിന്റെ ഒരു പഴയ ശിഷ്യനാണ്. അതെയോ? എവിടെയാ? ഇവിടെ അടുത്താ താമസം? ഇവിടുന്ന് ഒരു ഫർലങ്ങേ ഉള്ളൂ. മകനാണല്ലേ? അതെ, ആണായിട്ടും പെണ്ണായിട്ടും ഇവൻ ഒരുത്തനേ ഉള്ളൂ. വിവരങ്ങളൊക്കെ അറിയാം. ഡോക്ടർ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ പോകുന്നവരും അറിയാം. ഇന്നലെ വന്നു അല്ലേ? അതെ. ഇന്നലെ പാർട്ടിയുടെ കോൺഫറൻസ് കഴിഞ്ഞ് വന്നപ്പോ വൈകി. എന്നാ പിന്നെ ഡോക്ടർ പുറത്തു പോകുന്നതിന് മുമ്പ് വന്ന് കാണാമെന്ന് കരുതി. കുടിക്കാൻ എന്താ എടുക്കേണ്ടേ? കാപ്പിയോ ചായയോ? രണ്ടും വേണ്ട, ഇപ്പൊ വീട്ടിൽ നിന്ന് കഴിച്ചിറങ്ങിയതേ ഉള്ളൂ. എന്നാലും ആദ്യമായിട്ട് ഇവിടെ വരികയല്ലേ? അതിനെന്താ അമ്മേ, ചായയോ കാപ്പിയോ ഊണോ എന്താ വേണമെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു വാങ്ങി കഴിച്ചോളാം. ചേരവിള സാറിന്റെ വീട്ടിൽ ഞാൻ ഒരു വിരുന്നുകാരനാവില്ല. എവിടെ വെച്ചാ അദ്ദേഹത്തെ പരിചയം? വിദ്യാർത്ഥി പ്രസ്ഥാനം തൊട്ടേ അറിയാം. ചേരവിള സാറാണ് എന്റെ രാഷ്ട്രീയ ഗുരു. ഞങ്ങൾ ഒരിക്കൽ വീട്ടിൽ വന്നിട്ടുണ്ട് പണ്ട്. അമ്മയ്ക്കൊരു പക്ഷേ ഓർമ്മയുണ്ടാവില്ല. പരിചയമുള്ള ഒരാള് ഇവിടെ അടുത്തുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ സമാധാനായി. വീട്ടിലുള്ളവരൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം കേട്ടോ. തീർച്ചയായും. അതുപോലെ അമ്മയും ഡോക്ടറും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്കും. ഷുവർ. ഡോക്ടർക്ക് പോകാൻ സമയമായി കാണും. ഇറങ്ങട്ടെ. ഞാൻ വരട്ടെ അമ്മേ? ശരി മോനെ.
രാഷ്ട്രീയം മുതലെടുക്കാനുള്ള വേദിയല്ലെന്നും സ്വയം സമർപ്പിക്കാനുള്ള പ്രസ്ഥാനമാണെന്നും എന്നെ പഠിപ്പിച്ചത് ഡോക്ടറുടെ അച്ഛനാണ്. പഠിച്ചത് പ്രവൃത്തിയിലും പാലിക്കുന്നതുകൊണ്ട് MLA യും മന്ത്രിയും ഒന്നും ആവാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് എന്താ മനസമാധാനം ബാക്കിയുണ്ടെന്ന് വെച്ചോളൂ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ്. ഞാൻ നടന്നേ ഉള്ളൂ. അതാണ് ശീലം, ഇഷ്ടം. ഡോക്ടർ നോക്കോളൂ, സമയമായി. ശരി. നമസ്കാരം. പൊട്ടിയോ നാശം? ഓ. ശ്ശടാ. പാർട്ടി ഓഫീസിൽ നിന്ന് പോവുകയും വേണമല്ലോ. ഇടിച്ചിട്ട് 2 ദിവസം പോലും ആയില്ല. മായം എന്ന് പറഞ്ഞാൽ സർവത്ര മായം. ഇപ്പോഴത്തെ തോലിനൊന്നും ഒറ്റ കട്ടിയില്ല. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ സാർ. തുകലിനേക്കാൾ കട്ടി ഇപ്പോൾ നിങ്ങൾ നേതാക്കന്മാരുടെ തൊലിക്കാം. ഏയ് മാഷേ. എന്താ പേര്? വർഗീസ്. വർഗീസ്. ഇപ്പൊ പറഞ്ഞത് സ്റ്റൈലായി. എന്നെ സംബന്ധിച്ചിടത്തോളം അത് സത്യമല്ലെങ്കിലും ഈ ഇനത്തിൽപ്പെട്ട പലർക്കും അത് സത്യമാണ്. കേട്ടോ വർഗീസേ? ദാ, ചായ കുടിച്ചോളൂ. ആ, ഈ നാട്ടില് വല്ലപ്പോഴേ ഒരു സത്യം കേൾക്കാൻ പറ്റും. അതിന് സന്തോഷം കൊണ്ട് തരുന്നതാ. വെച്ചോളൂ. വേണ്ട സാർ. വെച്ചോളൂ വർഗീസേ. എന്താ വർഗീസേ? നമസ്തേ. നമസ്കാരം. നമസ്കാരം. നമസ്തേ സാർ. അല്ല, ഇതാര്? പരമുള്ള സാറോ? എപ്പോ വന്നു? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ? ആ, മെയിൽ വന്നില്ല ഔസേപ്പച്ച? ഇല്ല, ഇന്ന് ലേറ്റ് എത്രേ? അല്ലെങ്കിൽ എന്നാ ലേറ്റ് അല്ലാത്തത്? ആ, ഔസേപ്പച്ച കാര്യം ചെയ്യണം. നമ്മുടെ ടൗൺ കമ്മിറ്റി ഓഫീസ് ചെന്നിട്ട് പ്രസിഡന്റിനോട് ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരും, അവിടെ തന്നെ ഉണ്ടാവണം എന്ന് പറയാം. ശരി, പറയാം. ഞാൻ വന്നത് ആ, പറയൂ പറയൂ. അന്നത്തെ ആ ബില്ലിന്റെ കാര്യം ഇതുവരെ ശരിയായില്ല. അതെയോ? ഇനിയും ഇതിങ്ങനെ നീണ്ടുപോയാൽ ഞാൻ ആകെ കുഴച്ചില്ലാവും. റിമൈൻഡർ അയച്ചില്ലേ? റിമൈൻഡർ അയച്ചിട്ടൊന്നും കാര്യമില്ല സാറേ. നേരിട്ട് മിനിസ്റ്ററെ കണ്ടെന്ന് പറയണം. അദ്ദേഹം ഇടപെട്ടാലേ കാര്യങ്ങൾ ശരിയാകും. സാർ എന്റെ കൂടെ ഒന്ന് ട്രിവാൻഡ്രത്ത് വരണം. സാറ് പറഞ്ഞാൽ മിനിസ്റ്റർ മറിച്ചൊന്നും പറയൂല, അത് ഉറപ്പാണ്. ഞാൻ തിരുവനന്തപുരം വരെ വരാമെന്ന് വെച്ചാൽ നമുക്ക് കാറിൽ പോകാം. അതെ, ടൂറിസ്റ്റുകാർ തന്നെ പോകുന്നു. എന്നാലും ഒറ്റയടിക്ക് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ സ്ട്രെയിൻ ആവും. വേണ്ട, നമുക്ക് കൊല്ലത്തോ മറ്റോ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് പോകാം. കൊല്ലത്ത് താമസിക്കുക എന്ന് പറയുമ്പോ ഏതെങ്കിലും കൊള്ളാവുന്ന സ്ഥലത്തല്ലേ പറ്റൂ. തിരുവനന്തപുരത്ത് ചെന്നാലും അന്ന് തന്നെ മിനിസ്റ്റർ കാണാൻ പറ്റില്ല. ഒന്ന് റെസ്റ്റ് ചെയ്യണ്ടേ? അപ്പോ മസ്കറ്റിലോ ലൂസിയായാലോ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് മിനിസ്റ്റർ കാണാൻ പറ്റൂ. ആയിക്കോട്ടെ. ആ, പിന്നെ വേറൊരു കാര്യം, തിരുവനന്തപുരത്ത് പോകുന്നു എന്ന് പറയുമ്പോ എനിക്കും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആട്ടെ, അതിനെന്താ? ആ, അപ്പൊ മിനിസ്റ്ററെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുന്നു. നമ്മൾ ഒന്നിച്ച് മിനിസ്റ്ററെ കാണാൻ പോകുന്നു. ഞാനും മിനിസ്റ്ററും പഴയ പരിചയക്കാരായതുകൊണ്ട് പരമുള്ള സാറിനെ വിസിറ്റിംഗ് റൂമിൽ എടുത്തിട്ട് ഞങ്ങൾ അകത്തേക്ക് പോകുന്നു. ഞങ്ങൾ ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, നാട്ടുവിശേഷങ്ങൾ പറയുന്നു. അങ്ങേർക്ക് പോകാറാകുമ്പോ ഞങ്ങൾ ഒന്നിച്ച് വിസിറ്റ് റൂമിലേക്ക് വരുന്നു. പതിപോലെ എല്ലാരും നോക്കി അങ്ങേരും തൊഴുന്നു. ഞാൻ പരമുള്ള സാറിനെ പരിചയപ്പെടുന്നു. ഇതാണ് പരമുള്ള സാർ. എന്റെ നാട്ടുകാരനാണ്, പാർട്ടി അനുഭാവിയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഉവ്വ ഉവ്വ എന്ന് പറഞ്ഞ് കുലുങ്ങി ചിരിച്ച് വേണമെങ്കിൽ പരമുള്ള സാറിന്റെ തോളൊരു തട്ടുമൊക്കെ തട്ടി മന്ത്രി സ്റ്റേറ്റുകാർ കയറി അങ്ങനെ പാട്ടിൽ അങ്ങ് പോകും. പരമുള്ള സാറിന്റെ ഒരു കാര്യവും ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടാവില്ല. പോയതുപോലെ തന്നെ രാജകീയമായി നമ്മൾ തിരിച്ചു വരുന്നു. കാര്യം ഉടനെ ശരിയാവുമല്ലോ എന്ന് കരുതി പരമുള്ള സാർ സന്തോഷിക്കും. 5 or 6 മാസം കഴിഞ്ഞ് ആരും ശ്രമിക്കാതെ തന്നെ ചിലപ്പോൾ കാര്യം നടന്നിരിക്കും. അങ്ങനെ ഓർത്താൽ ഞാനും മിനിസ്റ്ററും യോഗ്യന്മാരും. ഇല്ലെങ്കിൽ പരമുള്ള സാറിനോട് കൂടി ഞാനും മിനിസ്റ്ററെ പറ്റി ഈത വിളിക്കും. അതാണ് സാധാരണ പതിവ്. എന്റെ പൊന്ന് പരമുള്ള സാറേ, എന്നെ കൊണ്ടത് പറ്റില്ല.
സാറിന്റെ തൽക്കാലത്തെ പരിഭവം ഞാനങ്ങ് സഹിച്ചു. മിനിസ്റ്ററെ കാണാനും ശുപാർശ പറയാനും എന്നെ കിട്ടില്ല. സാറിന്റെ പ്രശ്നം ജനുവിനാണെങ്കിൽ നേരിട്ട് എന്ന് പറയണം. മിനിസ്റ്റർ എന്താ മനുഷ്യനല്ലേ? ആവശ്യത്തിനും അനാവശ്യത്തിനും ഇത്ര ഇടനിലക്കാരെ എഴുന്നള്ളിക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയം ഇത്രയും വഷളായിരിക്കുന്നത്. അപ്പോ സാർ അതിനെ പറ്റി ആലോചിക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഹലോ. അല്ല ഡോക്ടറും പുറപ്പെട്ടോ? അതെ. എന്നാലും ഡോക്ടർ ആമിനയുടെ ഹസ്ബൻഡ് ഒരു പർട്ടിക്കുലർ ടൈപ്പിലല്ലേ? രാവിലെ വീട്ടിൽ വന്ന് ഇത്രയും വർത്തമാനം പറഞ്ഞിട്ടും വൈഫ് ഡോക്ടറാണെന്നോ ഇതേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെന്നോ ഒരക്ഷരം പറയണ്ടേ? റിയൽ സർപ്രൈസ്. അദ്ദേഹം അങ്ങനെയാണ്. തന്നെ പറ്റി കൂടുതൽ പറയുന്നത് തീരെ ഇഷ്ടമല്ല. ബട്ട് ഹി സീംസ് ടു ബി വെരി ഫ്രാങ്ക്. തുറന്ന് സംസാരിക്കുന്ന ഒരു നേച്ചറാണ്. ഡോക്ടർ ചന്ദ്രന്റെ അച്ഛനെ കുറിച്ചും അദ്ദേഹം അത് തന്നെയാണ് പറയാറ്. മനസ്സിൽ തോന്നുന്നത് വെട്ടി തുറന്ന് പറയുന്ന പ്രകൃതമാണെന്ന്. ഗുരുവിന്റെ അല്ലേ ശിഷ്യൻ. സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആണല്ലേ? ആ റഷീദ് എന്റെ ഡ്രൈവർ മാത്രമല്ല ഏറ്റവും അടുത്ത ഫ്രണ്ടും കൂടിയാണ്. അച്ഛൻ എന്നെക്കാളും ഇഷ്ടം റഷീദിനോടായിരുന്നു. എന്നേക്കാൾ മൂത്തതാണെങ്കിലും എന്നോടൊപ്പവും എനിക്ക് ജൂനിയറായും റഷീദ് പഠിച്ചിട്ടുണ്ട്. അന്നേ സാരഥിയാകാനായിരുന്നു കക്ഷിക്ക് താല്പര്യം. എന്റെ ഡോക്ടറെ, ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. അത് ഏറ്റെടുത്താ പിന്നെ വേറെ അലറ്റലില്ലല്ലോ. Okay, see you. അയ്യോ, അപ്പൻ നോക്കിയ ബക്കറ്റ് ചോരുന്നു. മോളെ കുളിക്കാൻ നേരമായി വന്നേ. പിന്നെ ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് കുളിക്കാം. പറഞ്ഞ കേട്ടില്ല ചീത്തക്കുട്ടിയാകും, അപ്പം പിണങ്ങും. ഇപ്പൊ വേണ്ട, ഇച്ചിരൂടെ കഴിഞ്ഞിട്ട്. എടി അവിടെ നിൽക്കാൻ മോളെ, എടി അവിടെ നിൽക്കാൻ. എടി മോളെ ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. എടി നിൽക്കല്ലേ അവിടെ. എടി ഇങ്ങോട്ട് വരാൻ. എടി പടി. അപ്പനും മോളും കൂടെ രാവിലെ ഓട്ടം കൊഞ്ചു കാണുന്നില്ല, വിളിച്ച് വലിക്കില്ല. അപ്പനെ കണ്ടോ മാമ? അങ്ങനെ ഇപ്പൊ ഇവിടെ കഴിയണ്ട. ഇപ്പോൾ അങ്ങനെ അമ്മ തന്നെ പറ. ഇന്നിപ്പോ സ്കൂളും ഇല്ല, ഓഫീസും ഇല്ല. അപ്പൊ ഇച്ചിരി തണുപ്പ് മാറിയിട്ട് കുളിച്ചാ പോരെ? അമ്മിനി മോള് പറഞ്ഞാലും കാര്യമുണ്ട് തോമസ് കുട്ടി. അങ്ങനെ അല്ലെന്നേ, ഇതുകൊണ്ട് വിളച്ചില്ല. സ്കൂളില്ലാത്ത ദിവസം ഒരു പതിവാ. തണുപ്പ് മാറട്ടെ എന്ന് ഇപ്പൊ പറയും. കുറച്ചു കഴിയുമ്പോ വെയിലാകും, പിന്നെ വെയിലാറണം. പിന്നെ അതെങ്ങനെ അപ്പന്റെ അല്ലേ മോള്? മോളൊരു കാര്യം ചെയ്യ്, വെയിലൊക്കെ ഉറച്ച് വെള്ളത്തിന് തണുപ്പൊക്കെ പോയിട്ട് കുളിച്ചാൽ മതി കേട്ടോ. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്കൂ. കണ്ടോ നിങ്ങളായി വിളിച്ചിട്ടാ. റഷീദേ, വഴി നിർത്ത്. അവള് വരും, അവള് വരും. എടി ഇങ്ങോട്ട് വരാൻ. അല്ല, ഇവിടെയാ വീട്? അതെ. ഞാൻ അമ്പലത്തിൽ നിന്ന് വരികയായിരുന്നു. കാറിൽ നോക്കിയപ്പോഴേ നല്ല പരിചയമുള്ള ഒരു മുഖം. സംശയം തോന്നിട്ടാ റഷീദോട് വണ്ടി നിർത്താൻ പറഞ്ഞ്. അതേതായാലും നന്നായി, വീട് മനസ്സിലായല്ലോ. ആ, അത് ശരിയാ. അല്ല, ഇത് അനിയുടെ മോള? അല്ല, ഞങ്ങൾക്ക് കുട്ടികളില്ല. എങ്കിലും ഇവള് ഞങ്ങളുടെ മോളെ പോലെ തന്നെയാ. അറിയാണ്ട് ചോദിച്ചതാ, ഒന്നും തോന്നരുത് കേട്ടോ. മോളെ പേരെന്താ? മിനി തോമസ്. ആ, നല്ല പേരാണ് കേട്ടോ. ഇതിന്റെ ഭാര്യ. ആ, ഞാൻ ഊഹിച്ചു കേട്ടോ. ചന്ദ്രൂട്ടി പറയാറുണ്ട്. ഇദ്ദേഹത്തെ മനസ്സിലായില്ലല്ലോ. ഞാൻ പരിചയപ്പെടുത്താൻ തുടങ്ങായിരുന്നു. ഇത് തോമസ് കുട്ടി, മിനിയുടെ ഫാദറാണ്. എന്റെ വലിയ ഫ്രണ്ടാ. അടുത്ത വീട്ടിലെ താമസം. ഓ, നന്നായി. ഇത് ഞാൻ പറയാറില്ലേ ശേരവിള സാറിനെ പറ്റി, അദ്ദേഹത്തിന്റെ ഭാര്യ. സ്നേഹവും മനുഷ്യപ്പറ്റുള്ളവര് അയൽവക്കത്തുണ്ടാവെന്ന് പറയുന്നതേ ഒരു സൗഭാഗ്യ. എന്നാ ഞാൻ പോയി ഒന്ന് കുളിക്കാൻ നോക്കട്ടെ. എന്താ ഇപ്പൊ അത്ര ധൃതി? പട്ടണത്തിലാകുമ്പോ ഒഴിവ് കാലങ്ങളിലല്ലേ ഒന്ന് എണ്ണ പുരട്ടി കുളിക്കാൻ പറ്റൂ. മാത്രല്ല, എണ്ണ തേച്ചാൽ ദേഹം ആകെ ഒന്ന് തണുക്കണം, എന്നിട്ടേ കുളിക്കാവുന്ന അതിന്റെ ഒരു ശാസ്ത്രം. ഇടുക്കി. മോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 2ാം ക്ലാസ്സിൽ. അല്ല, എവിടെയോ പുറപ്പെടാൻ തുടങ്ങാണല്ലോ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. ആ, അപ്പോ പിന്നെ കേട്ടോ തോമസ് കുട്ടി. ആ, തോമസ് കുട്ടിയെ, ഇവരെ ഈ ഡോക്ടർമാർക്ക് ഒരു ഒഴിവ് ദിവസം എന്ന് പറഞ്ഞതേ ഇല്ല. അല്ലെങ്കിൽ പിന്നെ അത് ശീലമായി കാണും. അല്ല എന്ന് കരുതി പുറപ്പെടാൻ വഹിക്കണ്ട കേട്ടോ. ആ, ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. കുട്ടി അവിടെ ചെല്ലാൻ വേണ്ടി ആൾക്കാർ വായു പിടിച്ച് കാത്തിരിക്കായിരിക്കും. ആ, പറച്ചോളൂ പറച്ചോളൂ. അമ്മ ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട്. ആ, അതിനെന്താ, ഇനിയും വരാല്ലോ. ബീവി പൊക്കോളൂ, ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഇവിടെ. അമ്മ കാപ്പി കൊടുക്കണ്ടേ? ഞാൻ പൊന്നമ്മയെ വിളിക്കാം. വേണ്ട വേണ്ട വേണ്ട. ഈ അമ്പലത്തിൽ പോകുന്ന ദിവസം
ഞാൻ രാവിലെ ഒന്നും കഴിക്കാറില്ല, അതുകൊണ്ടാ. അല്ലെങ്കിൽ പിന്നെ ഞാൻ കേറില്ലേ അടുക്കളയില്. റഷീദേ, ചന്ദ്രൂട്ടിക്ക് എപ്പോഴാ വെളിയിൽ പോണ്ടേ? തിരക്കില്ല, നമ്മൾ ചെന്നിട്ട് മതി. ആ, സാവകാശമായിട്ട് ഇനിയൊരു ദിവസം ഞാൻ വരുന്നുണ്ട്. അന്ന് നമുക്ക് വിസ്തരിച്ച് സംസാരിക്കാം. എന്നാ ഞാൻ പുറപ്പെടാൻ നോക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് വന്നതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ടും വരാം. വരാന്നല്ല, വരണം. അരിയോട് മാത്രമല്ല, തോമസ് കുട്ടിയോടും കൂടിയാണ് ഈ അമ്മ പറയുന്നത്. വീട്ടുകാരെയും കൂട്ടി വരണം. ഈ മിനിമോള് മുത്തശ്ശിയുടെ വീട്ടിൽ വരുന്നുണ്ടോ? ഞാൻ അപ്പന്റെ കൂടെ വരാം. ഈ മിട്ടിക്ക്. എന്നാ ഞാൻ ഇറങ്ങുന്നു. നല്ല മുത്തശ്ശിയല്ലേ അമ്മാവ? എന്തൊരു എളിമയും സ്നേഹമുള്ള പെരുമാറ്റം. ശേഖരപിള്ള സാറിന്റെ ഭാര്യയല്ലേ, അവർക്ക് അങ്ങനെ പെരുമാറാൻ പറ്റൂ. നമ്മളെ പോയി പിടിക്കാം. പറ്റേ? അന്യ സമുദായക്കാരായാൽ തന്നെ എന്താ, നല്ല സ്നേഹമുള്ള പ്രകൃതക്കാരാ ആ അലിയും തോമസ് കുട്ടിയും വീട്ടുകാരും ഒക്കെ. ആ മിനിമോള് എല്ലാരെക്കാളും സ്നേഹം ആ കുട്ടിക്കാ. നല്ല ചൊടിയുള്ള മിട്ടിക്ക് കുട്ടി. അവരൊക്കെ ഭാഗ്യം ചെയ്തവരാ. ഒന്നുമില്ലെങ്കിലും കുടുംബത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ ഒച്ചയാനൊക്കെ ഉണ്ടല്ലോ. എന്തു പറഞ്ഞാലും അവനിന്ന് മൂളിക്കൊള്ളും. പ്രവൃത്തി മാത്രം തന്നിഷ്ടത്തിന്. എന്റെ കാലക്കേട് അല്ലാണ്ട് എന്തുവാ പറയാ. ഇവൻ ഒരു പെൺകുട്ടിയെ വിളിച്ചോണ്ട് വരാനും ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല് പിച്ചവെച്ച് നടക്കുന്നത് കാണാനും കൊതിച്ചിട്ട് നാളുകൾ എത്രയായി. എപ്പോ പറഞ്ഞാലും പറയും വരട്ടെ, സാവകാശം ഉണ്ടല്ലോ. ഇനി എപ്പോഴാ ഞാൻ കുഴിയിലേക്ക് കാലുകെട്ടുമ്പോഴാ? അമ്മയുടെ വർത്തമാനം കേട്ടാ തോന്നുക അമ്മയ്ക്ക് ഒരുപാട് പ്രായമായി. എന്റെ അമ്മ ഇപ്പോഴും ചെറുപ്പമല്ലേ? പറവടുന്നു തറുതല പറയാതെ. പ്രായത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നിനക്ക് വയസ്സെത്രന്ന വിചാരം? 33 കഴിയുന്നു ഈ വരുന്ന ഞായറാഴ്ച. അതൊക്കെ ഒരു പ്രായമാണോ അമ്മേ? അല്ലല്ലല്ലല്ല, ഇപ്പോഴും ഉള്ള കുട്ടി തന്നെയാ നീ. എത്ര കൊല്ലമായി നിന്റെ പിറന്നാള് മനസ്സറിഞ്ഞൊന്ന് ആഘോഷിച്ചിട്ട്. ഇത്തവണ നിന്നെ എന്റെ കയ്യിൽ ഒതുങ്ങി കിട്ടുമല്ലോ. വെറുതെ ആവശ്യമില്ലാത്ത കൊല്ലാപ്പൊന്നും ഉണ്ടാക്കാൻ നിൽക്കുന്ന. നീ മിണ്ടാണ്ട് അവിടെ ഇരുന്നോ. ഉറക്കം വരുന്നു വെച്ചാ പോയി കിടന്ന് ഉറങ്ങിക്കോ. എന്താ വേണ്ടെന്ന് വെച്ചാ ഞാനാ തീരുമാനിക്കാൻ. അത് ഞാനായിക്കോളാം. ആ, ഈ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നാല് എന്റെ പൊല്ല് തോമസ് കുട്ടി വല്ല ഒളിവിലും പോകേണ്ടി വരും. കണ്ടിട്ടും കേട്ടിട്ടും കൂടി ഇല്ലാത്തൊരു വന്ന് കാവൽ നിൽക്കും ടിക്കറ്റ് സംഘടിപ്പിക്കാൻ. നോക്കണേ എന്താ ചെയ്യാ. ഈ അധികാരത്തിന്റെ പ്രലോഭനം എന്ന് പറയുന്നത് കുറച്ച് കടുപ്പം തന്നെയാണേ. ഹലോ മിസ്റ്റർ അലി. ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും. ആ, ഇത് തോമസ് കുട്ടി എന്റെ നൈബറും അടുത്ത സുഹൃത്തുമാണ്. ഇത് ഞാൻ പറയാറില്ലേ, ശേഖരപിള്ള സാറിന്റെ മകൻ ഡോക്ടർ രാമേന്ദ്രൻ. ഓ, അമ്മയുമായിട്ട് നല്ല പരിചയമാണ്. അതെ, ഹലോ. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കമോൺ. ഫോർമാലിറ്റി അല്ല, വേണ്ട. ഞങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയവും നാട്ടുകാരൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും. അതിന്റെ സുഖം കളയണ്ടെന്ന് വെച്ചിട്ടാ. ഓക്കെ, എന്നാ പിന്നെ ആ പ്ലഷർ ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല. നൈസ് മീറ്റിംഗ് യു തോമസ്. ഹലോ. ഹലോ. ഡോക്ടർ വലിയ തിരക്കിലായിരുന്നു തോന്നുന്നു. യു ലുക്ക് ടയർഡ്. അങ്ങനെയൊന്നുമില്ല, ഒരു കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ഉണ്ടായിരുന്നു. കുട്ടിയെ കിട്ടില്ലെന്നാണ് കരുതിയത്. താങ്ക് ഗോഡ്, ബോത്ത് ആർ സേഫ്. ബൈ ദ വേ ഡോക്ടർ, നാളെ ഡോക്ടറുടെ ബർത്ത്ഡേ ആണല്ലേ? ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും. എങ്ങനെ? അമ്മ പറഞ്ഞു. പറയുക മാത്രമല്ല, ഞങ്ങളെയും തോമസ് കുട്ടിയെയും ഫാമിലിയെയും ഉണ്ണാൻ ക്ഷണിച്ചിട്ടുമുണ്ട്. അമ്മയുടെ ഓരോ കുസൃതികൾ. അപ്പോൾ ഞങ്ങൾ വരണ്ടെന്നാണോ? നോ, നെവർ. തീർച്ചയായും വരണം. ഇറ്റ് വിൽ ബി എ പ്ലഷർ. ശരി, ഓക്കേ. വരൂ വരൂ വരൂ. എവിടെ അലിയാമനെയും? ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയാ. അലി അമ്മയും ഉടനെ എത്തും. ഇരിക്കൂ. അല്ല, ബർത്ത്ഡേ ആയിട്ട് മേപ്പടിയാനെ കാണുന്നില്ലല്ലോ. അവൻ മോളിലുണ്ട്. ഹോ, രാവിലെ അവനെ കെട്ടി വലിച്ച് അമ്പലത്തിൽ കൊണ്ടുപോവാൻ ഞാൻ പെട്ട പാട്. ഇരിക്കൂ. ചന്ദ്രൂട്ടി, മോനെ ചന്ദ്രൂട്ടി, ദേ ഇവിടെ ആരാ വന്നിരിക്കുന്ന നോക്ക. വായനയായിരിക്കും. പുസ്തകം കയ്യിലെടുത്താൽ ഇടി വെട്ടിയാൽ അവൻ അറിയില്ല. ഇരിക്കുന്നേ.
ബന്ധുക്കളാ, നീ ഇനി ഇറങ്ങി വാ. ഹാപ്പി ബർത്ത്ഡേ ടു ഡോക്ടർ. ഹലോ. ഇതാണ് എന്റെ വാമഭാഗം, സാക്ഷാൽ പൊന്നമ്മ. ഹലോ. ഇത് ഡോക്ടർ രാമചന്ദ്രൻ, ഫേമസ് ഹാർട്ട് സ്പെഷ്യലിസ്റ്റ്. ഹൃദയമുള്ളവരെ കീറി മുറിക്കുക, അതാണ് പ്രധാന ഹോബി. ഇത് ഞങ്ങൾ രണ്ടാളുടെ ആകെയുള്ള സമ്പാദ്യം, മിനിക്കുട്ടി. അവൻ അറിയും, കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും മിനിമോളുടെ കാര്യം ഇവിടെ പറയാറുണ്ട്. മോളെ, അപ്പം പറയാറില്ലേ ഡോക്ടർ അങ്കിളിനെ പറ്റി? ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. താങ്ക് യു മിനിമോൾ. ആ, അലിയും ആമനെ എത്തി. എവിടെയായിരുന്നു? ഗുഡ് മോർണിംഗ് ഡോക്ടർ ആന്റി. ഗുഡ് മോർണിംഗ്. വരൂ. എന്താ എത്ര വൈകിയേ? ഡോക്ടറമ്മയെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒപ്പിടിച്ചു കൊണ്ടുവരിക. ആ, അകത്തേക്ക് വരൂ. തോമസ് കുട്ടി എത്തിയോ? ഞാൻ വിചാരിച്ചു ഇപ്പോഴും വെള്ളത്തിൽ കുത്തിയിരിക്കുകയാണ്. കുർബാന കഴിഞ്ഞപ്പോഴേ ഞാനിങ്ങ് പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് തട്ടിക്കളയാന്ന് വിചാരിച്ചു. വഴിയിൽ എവിടെങ്കിലും ഒരു കുരിശോ പള്ളിയോ കണ്ടാൽ അവിടെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളാ തോമസ് കുട്ടി. ലോകത്തിൽ രണ്ടേ രണ്ട് സത്യക്രിസ്ത്യാനികൾ ഉള്ളുന്ന തോമസ് കുട്ടിയുടെ വിചാരം. ഒന്ന് സാക്ഷാൽ യേശു ക്രിസ്തു, പിന്നൊന്ന് മഠത്തിലെ തോമസ് കുട്ടി. ആ, പറഞ്ഞു നിന്ന് വന്ന കാര്യം മറന്നു. നമുക്കെല്ലാം പ്രിയങ്കരനായ ഡോക്ടർ രാമചന്ദ്രന് എന്റെ ഹൃദയംഗവുമായ ജന്മദിനാശംസകൾ ഇത്തരണത്തിൽ നേർന്നുകൊള്ളുന്നു. താങ്ക് യു. ആ, ഇനി അതും ഇതും പറഞ്ഞ് സമയം കളയണ്ട. ഇലയിടാം, വന്നോളൂ. എന്തിനാ തോമസ് കുട്ടി അമ്മയോട് ഈ ഫോർമാലിറ്റി ഒക്കെ? സ്വന്തം വീട്ടിൽ കരുതിയാ മതി. വന്നാട്ടെ. തുടച്ചോ. വാ. എന്താ മോനെ? വല്ലാണ്ട് തലവേദനിക്കുന്നു. ഞാൻ ഉണ്ണാനിരിക്കുന്നില്ല. കൊണ്ടിട്ട് വന്നാൽ നമുക്ക് വേഗം ഇറങ്ങാം. എന്താ പൊന്നമ്മ ഈ പറയണത്? ആ അമ്മ ഇത്ര കാര്യമായിട്ട് വിളിച്ചു വരുത്തിയിട്ട് അതൊന്നും പറ്റൂല. വേണ്ടെങ്കിലും കൂട്ടത്തിലിരുന്ന് എന്തെങ്കിലും കഴിച്ചു വരുത്തണം, അല്ലെങ്കിൽ മോശമാണ്. ചോറിന്റെ മുമ്പിൽ കുത്തിയിരിക്കാന്ന് പറഞ്ഞാൽ കഷ്ടമാ തോമസ് കുട്ടി. ദാ വിളിക്കുന്ന കേട്ടോ. വാ, എഴുന്നേക്കാൻ. പൊന്നമ്മേ, പൊന്നു, പൊന്നമ്മേ, എന്തു പറ്റിയെന്ന്? തലവേദന എങ്ങനെ? കുറവുണ്ടോ? കുറച്ചു നേരമായി ഞാൻ കാണുന്നു മുനിഞ്ഞുകൂടിയുള്ള ഇരിപ്പ്. എന്തു ചോദിച്ചാലും ഉത്തരമില്ല. നീ എന്താ ഇവിടെയെങ്ങുമല്ലേ? എന്തു പറ്റി? എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയത്? എന്നെ ഒന്നും പറയരുത്. എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ ആകെ തളർന്നു പോകുന്നു. എനിക്ക് വയ്യ. സാരമില്ല, സാരമില്ല. നിനക്ക് ഞാനില്ലേ? കരയാതെ.
താഴികക്കുടവുമായി തിരകളിൽ മുങ്ങും ശാന്തശ്രാവണ സന്ധ്യേ താഴികക്കുടവുമായി തിരകളിൽ മുങ്ങും ശാന്തശ്രാവണ സന്ധ്യേ നിന്റെ കനകനിച്ചോളം ചാത്തി മറ്റൊരു ശ്രാവണ ഭംഗീത താഴികക്കുടവുമായി തിരകളിൽ മുങ്ങും ശാന്തശ്രാവണ സന്ധ്യേ കായലിൻ കാതിൽ കാറ്റിൻ ചുണ്ടുകൾ പകരുവതേതൊരു സന്ദേശം കായലിൻ കാതിൽ കാറ്റിൻ ചുണ്ടുകൾ പകരുവതേതൊരു സന്ദേശം ഇടയും മിഴിയാൽ ഇരുഹൃദയങ്ങൾ ഇടയും മിഴിയാൽ ഇരുഹൃദയങ്ങൾ മീട്ടുവതേതൊരു സംഗീതം ഇരുഹൃദയങ്ങൾ മീട്ടുവതേതൊരു സംഗീതം താഴികക്കുടവുമായി തിരകളിൽ മുങ്ങും ശാന്തശ്രാവണ സന്ധ്യേ കരയുടെ കാലിൽ അലകളിടുന്നു ചുംബനഹീരകമഞ്ജീരം തമ്മിൽ അലിയും ഇരുചേതനകൾ തമ്മിൽ അലിയും ഇരുചേതനകൾ അണിയുവതേതൊരു അഭിലാഷം ഇരുചേതനകൾ അണിയുവതേതൊരു അഭിലാഷം താഴികക്കുടവുമായി തിരകളിൽ മുങ്ങും ശാന്തശ്രാവണ സന്ധ്യേ ശാന്തശ്രാവണ സന്ധ്യേ
നേരത്തെ വന്നല്ലോ. ഇന്ന് മിനിമോൾ എങ്ങനെയാ വന്നതെന്ന് അമ്മയ്ക്ക് അറിയോ? എങ്ങനെയാ? കാറില്. കാറിലോ? ആ, ഇന്നാളെ നമ്മളൊരു ബർത്ത്ഡേക്ക് പോയില്ലേ, ആ ഡോക്ടർ അങ്കിളിനെ ഞാൻ കണ്ടു. ആ അങ്കിൾ എന്നെ കാറിൽ ഇവിടം വരെ കൊണ്ടാക്കി. എനിക്ക് ടോപ്പി വാങ്ങി തന്നു. മിനിക്ക് 2 എണ്ണം. ആ, ഒരെണ്ണം അമ്മയ്ക്ക്, ഒരെണ്ണം അപ്പന്. അവരും ഇവരും തരുന്നതൊക്കെ വാങ്ങാൻ നിന്നോ? അസത്ത്. നമ്മളായിട്ട് മധുരം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ള മധുരം ഇല്ലാതാക്കുന്നത് എന്തിനാ? പോട്ടെ മോളെ, അമ്മ വെറുതെ പറഞ്ഞതാ. പോട്ടെ. ദാ. ഇന്നലെ ഞങ്ങളുടെ ക്ലാസ്സിലെ റൂബിയുടെ ബർത്ത്ഡേ ആയിരുന്നു. എല്ലാവർക്കും മുട്ടായി കൊടുത്തു. അടുത്ത ആഴ്ച എന്റെ ബർത്ത്ഡേ അല്ലേ. എന്റെ ബർത്ത്ഡേക്ക് എല്ലാ കുട്ടികൾക്കും മുട്ടായി കൊടുക്കണം. കൊടുക്കാം മോളെ. മിനിമോളുടെ ബർത്ത്ഡേക്ക് നമുക്കൊരു ഉഗ്രം പാട്ട് നടത്തും. അയ്യോ, അതൊന്നും വേണ്ട. ചുമ്മാ ഇരുന്നാ മതി. ഇതേ ഞങ്ങളുടെ മിനിമോളുടെ ബർത്ത്ഡേയാ, ഞങ്ങൾ പാട്ട് നടത്തും. നല്ല താറാവറച്ചയും കൊഞ്ചും കരിമീനും കപ്പയും അവലൂസുണ്ടയും ആ. കേക്കും വൈനും എല്ലാം വേണം. ആ, തോമസ് കൂട്ടി കൂടുതലൊന്നും അന്വേഷിക്കണ്ട, ഒക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ 2 വീട്ടുകാർ. പിന്നെ നമ്മുടെ ഡോക്ടർ ചന്ദ്രനെയും അമ്മയും കൊടുത്ത് വിളിക്കണം. ഹലോ, ഗുഡ് മോർണിംഗ്. വരൂ വരൂ. ഹായ് ഹായ്, ഇതാരാത്? മുത്തച്ഛയുടെ മിനുക്കുട്ടിയല്ലേ? ഇരുന്നോളൂ. വന്ന കാര്യം ആദ്യമേ പറയാം. എനിക്ക് ഓഫീസിൽ പോകാനുള്ളതുമാണ്. മിനിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അമ്മയും ഡോക്ടറും വരണം. മുത്തച്ഛിയുടെ സുന്ദരി കുട്ടിക്ക് അപ്പൊ എത്ര വയസ്സാവും? 6. ചേടാ, പെണ്ണങ്ങ് വലുതായി പോയല്ലോ. ഇനിയിപ്പോ ഇവക്കൊരു സംബന്ധക്കാരനെ അന്വേഷിക്കണ്ടേ തോമസ് കുട്ടിയെ? ഞാൻ കാപ്പി എടുക്കാം, അതോ ചായയോ? അയ്യോ, ഒന്നും വേണ്ട. ഓഫീസിൽ പോകാൻ സമയമായി. ഇതാ എനിക്ക് ദേഷ്യം വരുന്നത്. ഒന്ന് കേറുന്നതിന് മുമ്പേ തുടങ്ങും കയറ് പൊട്ടിക്കാൻ. തോമസ് കുട്ടിക്കല്ലേ ഇന്ന് ഓഫീസുള്ളൂ. മിനി മോക്കിന്ന് മുടക്കല്ലേ? മോക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് പോവാ. ചന്ദ്രകുട്ടി വെളിയിൽ പോകുമ്പോ കൊണ്ടുവന്നാക്കാൻ പറയാം. അച്ഛൻ ഇപ്പൊ പോട്ടെ. അച്ഛനല്ല, അപ്പനാ. ധൃതി ഉണ്ടെന്ന് വെച്ചാ തോമസ് കുട്ടി പുറത്തുള്ളൂ. മിനി കുട്ടി കുറച്ചു കഴിഞ്ഞേ ഉള്ളൂ. അമ്മയുടെ ഇഷ്ടം പോലെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ. മോൾ അധികം വൈകരുത്. അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. ഓ, ഇത്തിരി നേരം ഒറ്റയ്ക്കായാലേ പൊന്നമ്മേ കാക്ക ഒത്തിക്കൊള്ളൂ. ഭാര്യയുടെ കാര്യത്തിലെ എന്ത് ഉത്കണ്ഠയാ. തോമസ് കുട്ടി പൊയ്ക്കോളൂ. മിനി മോളെ ഞങ്ങൾ എത്തിച്ചോളാം. ഞാൻ മോളെ, മുത്തച്ഛിക്ക് എത്ര കഥയറിയാന്നറിയാമോ? വാ. അങ്കിൾ വീട്ടിലേക്ക് വരുന്നില്ലേ? ഇല്ല മോളെ. പോട്ടെ. ടാറ്റാ. ടാറ്റാ. അമ്മേ, അപ്പൻ അവിടുന്ന് നേരിട്ട് ജോലിക്ക് പോയി. ഞാൻ അങ്കിളിന്റെ കാറിലാ വന്നത്. നല്ല അങ്കിളാ അല്ലേ അമ്മേ? ഇവനെ ഒരിടത്ത് എഴുന്നള്ളിച്ചു കൊണ്ടുപോകാൻ പെടുന്ന പാടേ ഏത് കാലത്തായാലും ഇവന്റെ കൂടെ പെറുക്കുന്ന പെണ്ണിന്റെ പാടാവും. ഇനി മിനിമോളൊരു പാട്ട് പാടണം. എനിക്കറിയില്ല പാടാൻ. ഏയ്, നുണ പറയരുത്. അന്ന് മുത്തശ്ശിയുടെ വീട്ടിൽ വെച്ച് പാടിയതോ? അയ്യോ, അത് പാട്ടല്ല, സ്കൂളിൽ പാടുമാ. മുത്തശ്ശിയുടെ സുന്ദരി കുട്ടിയല്ലേ, ഒരു പാട്ട് പാട്. അമ്മാവും പാടിയ ഞാൻ പാടാം. പക്ഷെ അതിനു മുമ്പ് നിന്റെ അപ്പം പാടണം. അയാളുടെ വലിയ പള്ളിപ്പാട്ടുകാരൻ. മോള് ആദ്യം കേക്ക് മുറിക്കുക, പിന്നെ അപ്പം പാടാം. വാ.
പിറന്നാളില്ലാത്ത മാലാഖമാരെ പറന്നൊന്നു വന്നാലും നിങ്ങൾ താഴെ. പിറന്നാളില്ലാത്ത മാലാഖമാരെ പറന്നൊന്നു വന്നാലും നിങ്ങൾ താഴെ. ഒരു മാലാഖ കുഞ്ഞിന്റെ പിറന്നാള്, ഒരു മാലാഖ കുഞ്ഞിന്റെ പിറന്നാള്, ഇന്നൻ കരളായ മകളുടെ പിറന്നാള്. കപ്പയുണ്ട്, കരിമീനുണ്ട്, കായൽ കൊഞ്ചു വറുത്തതുമുണ്ട്. കപ്പയുണ്ട്, കരിമീനുണ്ട്, കായൽ കൊഞ്ചു വറുത്തതുമുണ്ട്. അവലോസുണ്ടയും അപ്പവുമുണ്ട്, അടയും മുട്ടയും താറാവുമുണ്ട്. നിങ്ങൾ വരുമ്പോൾ എതിരേൽക്കാൻ മകളുടെ ചിരിയുടെ പാൽക്കനിയുണ്ട്, മകളുടെ ചിരിയുടെ പാൽക്കനിയുണ്ട്. ഓഹോ, അപ്പനും അമ്മയ്ക്കും കിണ്ണപ്പം, അമ്മാവനൊന്നുമില്ലേ മോളെ? വെള്ളാപ്പം തിന്നിടു മുമ്പേ തന്നിടാം ഞാൻ ഉമ്മയൊന്ന്. പൊന്മോളെ നമ്മുടെ കൽബിലെ കൊഞ്ചിരിക്കും പൈങ്കിളിയാളെ. മാനത്ത് വിരിയുന്ന പൂവുകൾ കൊണ്ടുവരുമല്ലോ മാണിക്യക്കിളി നിന്നെയൊരുക്കാൻ പൂറികൾ താഴെ, മാണിക്യക്കിളി നിന്നെയൊരുക്കാൻ പൂറികൾ താഴെ. റൈറ്റ്. ഞങ്ങളുടെ സ്കൂളിലെ ആനിവേഴ്സറിയാ. 10 ഐറ്റംസ് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. ഒരു 6 എണ്ണത്തിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും, 4 എണ്ണത്തിൽ ചിലപ്പോ സെക്കൻഡ് കിട്ടും. എന്താ സെക്കൻഡ് ആയി പോയെ? ചില കാര്യങ്ങളിലൊക്കെ എന്നെക്കാളും മിടുക്ക് വേറെ കുട്ടികൾക്കും ഉണ്ടേ. പോട്ടെ, 6 എണ്ണത്തിൽ വേണ്ട, 5 എണ്ണത്തിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചാൽ മിനിമോക്ക് അമ്മാവിന്റെ വക ഒരു സമ്മാനം. എന്ത് സമ്മാനം? പറയട്ടെ, ഒരു ഓട്ടോമാറ്റിക് വാച്ച്. പ്രോമിസ്.
വിഷമിക്കാതിരിക്കൂ. നമുക്ക് മോളെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം. വേറൊന്നും ഉണ്ടായിട്ടല്ല. അവിടെ ആകുമ്പോൾ വിശദമായി എക്സാം ചെയ്യാൻ സൗകര്യങ്ങളുണ്ട്. വേറെയും ഡോക്ടർമാരുണ്ടല്ലോ, അതോർത്തിട്ടാണ്. ശരി ഡോക്ടർ. എന്താ പൊന്നമ്മ ഇത്? കൊച്ചുകുട്ടികളെ പോലെ മൂക്കൊരു നിസ്സാര അസുഖം വരുമ്പോഴേക്കും ഇവിടെ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ നീ ഇങ്ങനെ. മോളുടെ കാര്യത്തിൽ നിന്നേക്കാൾ ആദ്യം എനിക്കുണ്ട്. എന്നിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നില്ലേ? കരയാതെ. അപ്പച്ചൻ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. കുറെ നേരമായി ഒരേ ഉറക്കം തന്നെയാ മോള്. പേടിക്കണ്ട, ഉറങ്ങാനുള്ള മരുന്ന് കുത്തിവെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. കുറെ കൂടി സെലക്റ്റീവ് ആയുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്താതെ തീർച്ച പറയാൻ പറ്റില്ല. ഐ തിങ്ക് വി ബെറ്റർ ഗോ ഇൻ ഫോർ ആൻ ആൻജിയോകാർഡിയോഗ്രാം. ഞാൻ സംശയിക്കുന്നത് ഇതൊരു കാർഡിയോവാസ്കുലർ പ്രോബ്ലം ആണെന്ന്. പ്രോബബ്ലി സംതിങ് റോങ് വിത്ത് ദ പൾസ് ഓർ ലൈക്ക് ദാറ്റ്. ടെസ്റ്റ് നമുക്ക് ഇവിടെ വെച്ച് നടത്താമല്ലോ, അല്ലേ ഡോക്ടർ? ഷുവർ. ഭാഗ്യത്തിന് ഈ ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. ആൻഡ് വി ഹാവ് ആൻ എക്സ്പെർട്ട് റേഡിയോളജിസ്റ്റ് വിത്ത് us. ഏതായാലും ഡീറ്റെയിൽഡ് ഒബ്സർവേഷൻ വേണം. ഫർദർ കോഴ്സിനെ കുറിച്ച് അതിനുശേഷമേ തീരുമാനിക്കാൻ പറ്റൂ. ബട്ട് ഡോക്ടർ, ഈ ടെസ്റ്റുകളും പ്രോബൽ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റും വളരെ എക്സ്പെൻസീവ് ആയിരിക്കില്ലേ? അവർക്കത് അഫോർഡ് ചെയ്യാൻ കഴിയുമോ? വെൽ, എക്സ്പെൻസിനെ കുറിച്ച് ഒട്ടും ബോധർ ചെയ്യണ്ട. എങ്ങനെയെങ്കിലും മിനിമോടെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. എത്ര വേണമെങ്കിലും ചെലവായിക്കൊള്ളട്ടെ. വി ആർ ഹിയർ ഫോർ ദം. ഞാനത് അഷ്യൂർ ചെയ്യാം. then there is no problem. ആൻജിയോകാർഡിയോഗ്രാം നമുക്ക് എപ്പോഴാണ് ഡോക്ടർ എടുക്കേണ്ടത്? വൈകിക്കണ്ട, നാളെ രാവിലെ തന്നെ അയക്കളയാം. എന്താ ഡോക്ടർ? Why not? We are ready to discuss. So we will fix it up like that. Yes, come in. ഡോക്ടർ, എനിക്ക് പൾസ് കിട്ടുന്നില്ല, വല്ലാണ്ട് തണുത്തിരിക്കുന്നു. We are coming. Thank God. പേടിക്കാനില്ല. ഫീബിളായിട്ടാണെങ്കിലും പൾസ് ഉണ്ട്. ഗ്രാജുവലി അത് നോർമൽ ആയിക്കൊള്ളൂ. വെൽ, നമുക്കൊട്ടും വൈകിക്കണ്ട, നാളെ രാവിലെ തന്നെ ആൻജിയോഗ്രാം നടത്താം. ആൻഡ് സോ ഇന്ന് രാത്രി കഴിഞ്ഞാൽ കുട്ടിക്ക് ഭക്ഷണമൊന്നും കൊടുക്കരുത്. യെസ് ഡോക്ടർ. എന്തേ മിസ്റ്റർ തോമസ്? ഒന്നുമില്ല ഡോക്ടർ. ഇരിക്കൂ. അത്ര പരിഭ്രമിക്കാനൊന്നുമില്ല. ഡോക്ടർ പ്ലീസ്, എന്നോടെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയും. മറച്ചു പിടിക്കുമ്പോഴുള്ള ഈ ശ്വാസം മുട്ടൽ എനിക്ക് താങ്ങാനാവില്ല. വെൽ, മിസ്റ്റർ തോമസ്, ഞങ്ങൾ ഒന്നും മറച്ചു വെക്കാനല്ല. ദൈവത്തെ ഓർത്ത് ഭംഗി വാക്കുകൾ പറഞ്ഞ് എന്നെ മടക്കി അയക്കരുത്. സത്യത്തിൽ മിനിമോൾക്ക് എന്താണ് അസുഖം? എനിക്കതറിയണം. ഞങ്ങൾ യുസി ഡോക്ടർ, അതറിയാനുള്ള അവകാശമൊന്നും ഞാൻ പറയുന്നില്ല. അർഹതയെങ്കിലും എനിക്കില്ലേ? പറയൂ പ്ലീസ്. എന്താണെങ്കിലും ഞാനൊന്ന് അറിഞ്ഞോട്ടെ. വെൽ, തോമസ്, പൂർണ്ണമായി ഞങ്ങളും ഒരു നിഗമനത്തിലെത്തിയിട്ടില്ല. ഞങ്ങൾ ഊഹിക്കുന്നത് കുട്ടിയുടെ ഹാർട്ടിനോടടുത്തുള്ള ബ്ലഡ് വെസൽസിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഹാർട്ടിന്റെ വാൽവിന് തകരാറുണ്ടാകും. വിച്ച് മീൻസ് ദ എൻറ്റയർ സിസ്റ്റം ക്യാൻ ബി അപ്സെറ്റ്. മിസ്റ്റർ തോമസിന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവരമുള്ളതുകൊണ്ട് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. മിനിയുടെ ഇപ്പോഴത്തെ നില വളരെ സീരിയസ് ആണ്. ഏത് നിമിഷവും ഡോക്ടർ, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ഓഫ് കോഴ്സ്, അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സാധാരണ എക്സ്റേ ഫിലിംസ് കൊണ്ട് ഈ ഡീറ്റെയിൽസ് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല.
ഓപ്പറേഷൻ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. യു സി വി ആർ ട്രൈങ് ടു ഡു വാട്ട് ദ ബെസ്റ്റ് വി ക്യാൻ. ഓപ്പറേഷൻ നടത്തിയാൽ വെൽ മിസ്റ്റർ തോമസ്, മനുഷ്യനെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യാം. ബാക്കി ഈശ്വരന്റെ കയ്യിലാണ്. ഡോക്ടറെ കണ്ടോ? കണ്ടു. എന്ത് പറഞ്ഞു? പേടിക്കണമെന്നുമില്ല, സാരമില്ല. ഒരു ടെസ്റ്റ് നടത്തും. അത് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ചെറിയ ഓപ്പറേഷൻ, വളരെ സിമ്പിൾ, എല്ലാം ഭേദമാകും. സമാധാനമായിട്ടിരിക്കാമല്ലോ. ഇത്രയേ ഉള്ളൂ എന്നറിഞ്ഞു. എന്താണെന്ന് മനസ്സിലാകാതെ നമ്മൾ എന്തെല്ലാമാണ് പേടിച്ചത്. ഒന്നുമില്ല പൊന്നമ്മേ, പേടിക്കാനൊന്നുമില്ല. ദൈവം നമ്മൾ അങ്ങനെ പരീക്ഷിക്കുമോ? അങ്ങനെ കൈവിടുമോ? പാവം തോമസ് കുട്ടി എല്ലാം ഉള്ളിലൊതുക്കി പുറമെ ശാന്ത നടിക്കുകയാണ്. സത്യത്തിൽ സാരമില്ലെന്ന് പറഞ്ഞ് പൊന്നമ്മയെ ആശ്വസിപ്പിക്കുന്ന കണ്ടപ്പോ എനിക്ക് തന്നെ വിഷമം തോന്നി. തോമസ് കുട്ടിയുടെ അപ്സെറ്റ് ആയാൽ പിന്നെ എല്ലാവരും തളരില്ലേ? താങ്ക് ഗോഡ് ഹി ഈസ് സ്റ്റാൻഡിങ് ഇറ്റ്. മിനിമോക്കൊന്നും സംഭവിക്കരുതാ മതിയായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ പാവം തോമസ് കുട്ടിയും പൊന്നമ്മയും പിന്നെ ജീവിച്ചിരിക്കില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തിനവരുടെ കാര്യം പറയുന്നു? നമുക്കത് സഹിക്കാൻ കഴിയുമോ? എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. നമ്മുടെ ശൂന്യതയിൽ ആകെക്കൂടുതൽ വെളിച്ചമാണ് ആ കുഞ്ഞ്. അല്ല, നമ്മൾ നമുക്കൊന്നും വരുത്തില്ല. നീ കരഞ്ഞു കരഞ്ഞ് ബഹളം വെക്കാതെ കർത്താവിന് വിചാരിച്ച് സമാധാനപ്പെടും. മോക്കൊന്നും വരൂല. ഹലോ, എന്നെ എന്ത് ചെയ്യാൻ പോവാ? മോളൊന്നും പേടിക്കണ്ട കേട്ടോ. ആന്റിയുണ്ട്, പിന്നെ ദേ ഈ അങ്കിളുണ്ട്, എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. മിനിക്കുട്ടിക്ക് അതിന് പേടിയില്ലല്ലോ. ഓ, എന്നാലും പറ, എന്നെ എന്ത് ചെയ്യാൻ പോവാ? അതോ മോളുടെ ഉള്ളില് ഫോട്ടോ എടുക്കാൻ. അതിന് ക്യാമറ വേണ്ടേ? ഉണ്ടല്ലോ, വലിയ ക്യാമറ. ഫോട്ടോ എന്നെ കാണിച്ചു തരുമോ? തീർച്ച പോരെ. ഇനി മോൾ അനങ്ങാതെ കിടക്കണം കേട്ടോ. ഗുഡ് ഗേൾ. കുറച്ചു നേരം മോൾ ഉറങ്ങിക്കൊള്ളട്ടെ. പിന്നെ ഇന്നത്തെ ദിവസം ഒട്ടും അനങ്ങാൻ അനുവദിക്കരുത്. ഉണർന്നാലും ഡിസ്റ്റർബ് ചെയ്യണ്ട. ഐ വി സ്റ്റാർട്ട് ചെയ്തോളൂ. ഓറലായി ഇന്നൊന്നും വേണ്ട. ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടിന്റെയും ഡീറ്റെയിൽസ് കുറിച്ച് വെക്കണം. യു ബി ഹിയർ. യെസ് ഡോക്ടർ. This is the dead spot. This spot, yeah. Well, Doctor, these films almost confirm what we are suspecting. ഹാർട്ടിനോടടുത്തുള്ള ബ്ലഡ് വെസൽസിന്റെ കണ്ടീഷൻസ് വളരെ ഡിസ്റ്റിങ്റ്റ് ആയി കാണാം. എ ക്ലിയർ കേസ് ഓഫ് കാർഡിയോവാസ്കുലർ പ്രോബ്ലം. കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് കൊണ്ട് ഭേദമാക്കാൻ പ്രതീക്ഷിക്കാൻ വയ്യ. ഓപ്പറേഷൻ വേണ്ടിവരും. The risk element is of course there. But you know, optimism ആണല്ലോ നമ്മുടെ പ്രൊഫഷന്റെ ഏറ്റവും വലിയ ആശ്രയം. ചെയ്യാൻ കഴിയുന്നതെല്ലാം നമുക്ക് ചെയ്യാം. And let us hope for the best. We will go for surgery. എപ്പോൾ വേണമെന്ന് ഡോക്ടർ
വിമർശിക്കുന്നത് ബുദ്ധിയല്ല. Of course. Shall we do it? നാളെ തന്നെ ആയാലും Okay, doctor. we will fix it up then. ദേ, മോള് കണ്ണു തുറന്നു. അയ്യോ, വേണ്ട മോളെ, അനങ്ങാതായിരുന്നു. എല്ലാ ഐറ്റമിനും എനിക്ക് ചേരാൻ പറ്റാഞ്ഞിട്ടല്ലേ? പോവായിരുന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയാനല്ലോ. എങ്കിൽ അമ്മ എനിക്ക് വാച്ച് വാങ്ങി തന്നെ. കറുത്ത സ്റ്റാഫുള്ള വാച്ച് എന്റെ കൈ കെട്ടി എന്ത് ഭംഗിയായിരിക്കും. മയക്കം വിട്ടു, ഉണർന്നു, പിന്നെയും കണ്ണടച്ചു. അതുണ്ടാകും. ഡിസ്റ്റർബ് ചെയ്യണ്ട, കിടന്നോട്ടെ. എന്റെ ഡയഗ്നോസിസ് ശരിയാണ്. ഓപ്പറേഷൻ വേണ്ടി വരും. നമുക്കൊട്ടും വൈകിക്കണ്ട, നാളെ തന്നെയാകാം. ശരി ഡോക്ടർ. ആരാ മിനിമോളിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്? അതോ, അത് ഡോക്ടർ ചന്ദ്രൻ. നമ്മുടെ ഭാഗ്യത്തിനാണ് ഡോക്ടർ ഈ സമയത്ത് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായത്. അത് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. എന്തായി പറയണേ? ഇയാള് ഈ ഡോക്ടറെ എന്റെ കുഞ്ഞിനെ തൊഴാൻ ഞാൻ സമ്മതിക്കില്ല. വിവരക്കേട് പറയാണ്ടിരിക്കും. വിവരക്കേടെന്ന് അസംബന്ധമെന്ന് എന്ത് വേണമെങ്കിൽ പറഞ്ഞു. പക്ഷെ ഈ ഡോക്ടറെ കൊണ്ട് മിനിമോളെ ഓപ്പറേഷൻ ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എനിക്ക് ഇയാളെ വിശ്വാസമില്ല. എത്രയും പെട്ടെന്ന് മോൾക്ക് ഈ ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. ഒരു കാര്യമില്ലാതെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഒരു കാര്യവുമില്ലാതെ ഞാൻ ആരെന്തൊക്കെ ന്യായം പറഞ്ഞാലും ശരി, ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. അയാളുടെ കയ്യിൽ പെട്ടാൽ എന്റെ മോൾ മരിച്ചത്. വ്യക്തിത്തരം പറയുന്നതിനോ അതിന് വേണം. ഇനി മോളെ ഓപ്പറേറ്റ് ചെയ്യാൻ മുത്തച്ഛൻ്റെ ഒന്നും ആവശ്യമില്ല. അച്ഛൻ സമ്മതിച്ചാൽ മതി. അവൻ എന്റെ മരുമോനാ. അവൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കാത്ത ഒരു കാര്യവും അവൻ സമ്മതിക്കില്ല. അല്ലേ തോമസ് കുട്ടി? ഇനി മോളെ ഡോക്ടർ ചന്ദ്രൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എനിക്ക് സമ്മതമാണ്. ഡോക്ടർക്ക് വിഷമം തോന്നിയിട്ടുണ്ടാവും. തോമസ് കുട്ടിയുടെ ഫാദറില്ല അങ്ങനെ പെരുമാറിക്കൂടായിരുന്നു. നാട്ടപ്പുറത്തുകാരല്ലേ, എഡ്യൂക്കേറ്റഡായ നമ്മൾ അസാരമാക്കാതിരിക്കുക. അവർക്ക് വേണ്ടി ഞാൻ ഡോക്ടറോട് ക്ഷമ ചോദിക്കാം. അതിപ്പോ തോമസ് കുട്ടിയോടോ ഫാമിലിയോടോ ഉള്ള ഒരു കൺസെഷൻ കൊണ്ടല്ല ഡോക്ടർ മിനിയുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് എന്നറിയാം. ഞങ്ങൾക്ക് ആ കുട്ടി സ്വന്തം മകളെ പോലെയാണ്. ഡോക്ടർക്ക് അറിയാമല്ലോ. ആഫ്റ്റർ ആൾ നമുക്ക് ഓപ്പറേഷൻ നടത്തുന്നതിന് പേഷ്യന്റിന്റെ ബന്ധുക്കളുടെ അനുവാദം വേണ്ടല്ലോ. തോമസ് കുട്ടിയാണ് മിനിയുടെ ലീഗൽ ഗാർഡിയൻ. ഡോക്ടർ മിനിയുടെ ഓപ്പറേഷൻ നടത്തുന്നതിന് തോമസ് കുട്ടിക്ക് സമ്മതമാണ്. അതോടെ പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീരുന്നില്ല. ഐ എം സോറി മിസ്റ്റർ അലി. 50% കൂടുതൽ സർവൈവൽ സാധ്യത ഉറപ്പു പറയാൻ വയ്യാത്ത ഒരു സർജറിയാണത്. ഞങ്ങളാരും ദൈവങ്ങളല്ല. ശ്രമിക്കാവുന്നതിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടേ ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റൂ. മിസ്റ്റർ തോമസ് കുട്ടി ഒരു പക്ഷേ നിങ്ങളുടെ പ്രേരണ കൊണ്ട് സമ്മതിച്ചേക്കാം. പക്ഷേ സംശയിക്കപ്പെടുന്ന, ഐ മീൻ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ
വിജയിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറാൻ എനിക്കെന്നല്ല ഒരു സർജനും കഴിയില്ല. Why don't you be just reasonable? Why don't you be just reasonable? ഈ ഓപ്പറേഷൻ മാത്രമാണ് എനിക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗമെന്ന് നിമിഷങ്ങൾക്ക് മുൻപാണ് ഡോക്ടർ പറഞ്ഞത്. ഈ മുറിയിൽ വെച്ച്. Well, ഡോക്ടർ അമിന, തർക്കിക്കാൻ ഞാൻ ഒരുക്കമല്ല. എനിക്കൊരു ഓപ്പറേഷൻ ആവശ്യമാണ്. I do agree. പക്ഷേ under these circumstances എനിക്ക് സർജറി വയ്യെന്ന് മാത്രം. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? ഇതേ ഓപ്പറേഷൻ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ചെയ്യാമല്ലോ. ഡോക്ടർ കളിയാക്കുകയാണോ? ഈ ക്രിട്ടിക്കൽ കണ്ടീഷനെ മെഡിക്കൽ കോളേജ് വരെയുള്ള ഒരു യാത്രയുടെ സ്ട്രെയിൻ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ? ഡോക്ടർ പ്ലീസ്, ഈഗോയുടെ മാറ്റി വെച്ച് നോക്കുവാൻ ഈ നിമിഷത്തെ ഉപയോഗിക്കരുത്. ബി ഹ്യൂമൻ. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നു. പ്ലീസ് ഡോക്ടർ, നിങ്ങൾക്ക് മാത്രമേ അതിന് കഴിയൂ. പ്ലീസ്. എനിക്ക് കൂടുതലായി ഒന്നും പറയാനില്ല. I am sorry. സ്നേഹിക്കാനും വിശ്വസിക്കാനുമേ എനിക്കറിയാം. വിശ്വാസം പരീക്ഷിക്കപ്പെട്ടപ്പോഴും സ്നേഹിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്റെ വിശ്വാസത്തെ ആശ്രയിക്കുന്നു. മിനി മോൾ രക്ഷപ്പെടും. ഡോക്ടർ ചന്ദ്രൻ മോളെ രക്ഷപ്പെടുത്തും. എനിക്ക് പേടിയാവും. മിനി മോള് ഡോക്ടർ ചന്ദ്രൻ മാത്രമേ അവളെ രക്ഷിക്കാനാവൂ. പക്ഷെ ഡോക്ടർ ചന്ദ്രന് അതിന് മനസ്സില്ലെങ്കിലോ? എന്തായി? എന്ത് പറ്റി? അയാളെന്താ മനുഷ്യല്ലേ? അയാൾക്ക് അഭിമാനമില്ലേ? വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ഓപ്പറേഷൻ നടത്താൻ അയാൾ തയ്യാറല്ലെന്ന്. എന്താ സമാധാനമായില്ലേ? ആഗ്രഹിച്ചോടെ നടന്നില്ലേ? ഇനി സന്തോഷിച്ചോളൂ. മോക്ക് എന്ത് സംഭവിച്ചാലെന്ത്? നിങ്ങളുടെ വാശി കേട്ടില്ലേ? പോരെ. ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഒരുത്തരായിരിക്കും ഒരു കാരണക്കാരൻ. എന്റെ മനസ്സിലെ ഞാൻ എങ്ങനെ തുറന്നു കാട്ടും കർത്താവ്? എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? ഞാനിപ്പോ ചിരിക്കുകയാണ്. എന്റെ മിനി മോൾ മരണത്തിന്റെ മുന്നിൽ കിടക്കും. മരണത്തിന്റെ മുന്നിൽ നിന്ന് ചിരിക്കണമെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അതിജീവിച്ചവർക്കേ കഴിയും. എന്റെ പേര് ഡോക്ടർക്ക് അറിയാം. എം തോമസ് കുട്ടി എന്നാണ്. എം ഇനിഷ്യലാണ്. എല്ലാവരുടെയും പോലെ വീടിന്റെ ആദ്യത്തെ അക്ഷരമല്ല ഇത്. എന്റെ ഈ എമ്മിന്റെ അർത്ഥമെന്തെന്നറിയോ? മടത്തിലെ തോമസ് കുട്ടി എന്നാണ്. എനിക്ക് വീടില്ല, അച്ഛനും അമ്മയും ആരെന്നറിയില്ല. മടത്തിലെ അമ്മമാരെന്നെ എടുക്കണം. മടത്തിലെ തോമസ് കുട്ടിയാണ്. കേട്ടോ ഡോക്ടർ, ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. പിഞ്ചു കുഞ്ഞായി ആരോരുമില്ലാതെ കിടന്നപ്പോ മടത്തിലെ അമ്മമാർക്ക് പകരം എന്നെ എടുത്ത് വളർത്തിയത് ഒരു ഇറച്ചി വെട്ടുകാരനായിരുന്നെങ്കിലോ എന്ന്. എങ്കിൽ ചിലപ്പോ ഞാനിന്നൊരു കശാപ്പുകാരനായിരുന്നേ. ഒരു കള്ളനായിരുന്നുവെങ്കിൽ ആ വഴി പിന്തുടരുമായിരുന്നു. പക്ഷെ അമ്മമാര് തന്നെ എന്നെ കണ്ടെടുത്ത് വളർത്തണമെന്നും ഞാൻ മടത്തിലെ തോമസ് കുട്ടിയാകണമെന്നതും ദൈവത്തിന്റെ നിയോഗമായിരുന്നു. ഞാനെന്നും ഈ നിയോഗങ്ങളിൽ വിശ്വസിക്കുന്നു. അവ അനുസരിക്കുന്നു. ഞാൻ എന്തിനെല്ലാം പറയുന്നുവെന്ന് അത്ഭുതപ്പെടുകയാകുമല്ലേ? അതും ഇപ്പോ ഞാനൊരു അനാഥനായിരുന്നു. ഒരു അനാഥന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ഡോക്ടർക്കറിയാം. സ്വന്തമെന്ന് പറയാൻ ഒരു കുടുംബം, ഭാര്യ, മക്കൾ. എനിക്കൊരു വിവാഹാലോചന വന്നു. നാട്ടിനും പുറത്തു നിന്നും കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണ്. വിവാഹം ഉറപ്പിച്ചു. അത് നടന്നു. ഒരു ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളുമായി കാത്തിരുന്ന എന്റെ മുറിയിലേക്ക് ആദ്യ രാത്രിയിൽ അവൾ കടന്നു വന്നത് കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്നലകളെ ഏറ്റു പറയാനായിരുന്നു. നോക്കൂ ഡോക്ടർ, എത്ര ക്ഷണം കൊണ്ടാണ് നമ്മുടെ സ്വപ്നങ്ങൾ ചിലപ്പോ പൊഴിഞ്ഞു വീഴുന്നത്. ആദ്യം എനിക്ക് എല്ലാ കെട്ടുപാടുകളും അറുത്തു മാറ്റിക്കൊണ്ട് പൊട്ടിത്തെറിക്കണമെന്ന് തോന്നി. പിന്നെ ആ പ്രായത്തിൽ ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു പോയത്
ആ സ്നേഹത്തിൽ വിശ്വസിച്ചു പോയത് അവളുടെ തെറ്റല്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ തയ്യാറായി. കഴിഞ്ഞതെല്ലാം മറക്കാനും ഞങ്ങളുടേത് മാത്രമായ ഒരു ജീവിതം തുടങ്ങാനും ഞങ്ങൾ ഒരുങ്ങുകയായിരുന്നു. പക്ഷേ എന്റെ പൊന്നമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം ഞാനാകെ തളർന്നു പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പൊന്നമ്മയെ ഞാൻ ഉപേക്ഷിച്ചാൽ ഒന്നുകിൽ അവളെല്ലാം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ എന്നെപ്പോലും മറ്റൊരനാഥ ശിശു കൂടി. ഡോക്ടർ, ഒരനാഥനും ഭൂമിയിൽ തന്നെ പോലെ മറ്റൊരാൾ കൂടി ഉണ്ടാകാൻ ആഗ്രഹിക്കില്ല. തകർക്കാൻ എളുപ്പമായിരുന്നു, കെട്ടിപ്പടുക്കാനും പൊരുത്തപ്പെടാനുമായിരുന്നു പാടത്രി. എങ്കിലും ഞാനത് ദൈവത്തിന്റെ ദൈവകമായിട്ട് മാത്രമേ കണ്ടുള്ളൂ. മിനിയമോൾ അപ്പാന്നേ എന്നെ വിളിച്ചിട്ടുള്ളൂ. ഈ ലോകത്ത് ഒരപ്പനും ഒരു മകളെയും ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഒരിക്കൽ പോലും പൊന്നമ്മ ദുഃഖിക്കുവാൻ ഞാൻ ഇടപെടുത്തിട്ടുമില്ല. തോമസോട്ടി, സ്നേഹിക്കാനും സ്നേഹത്തിൽ വിശ്വസിക്കാനും മാത്രമേ എനിക്കറിയാവൂ. ആ വിശ്വാസത്തിൽ ആശ്രയിക്കാനും. ഇതിൽ കൂടുതൽ പറയാൻ ഈ ഭാവത്തിന് അറിയില്ല ഡോക്ടർ. ഞാൻ വന്നത് നിങ്ങളുടെ കാരുണ്യം രാജിക്കാനാണ്. എനിക്ക് നിങ്ങളെ ഇപ്പോഴും വിശ്വാസമാണ്. നിങ്ങളുടെ രക്തത്തിൽ ജനിച്ച എന്റെ മിനിമോളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണം ഡോക്ടർ. എന്റെ വിശ്വാസത്തിൽ സത്യമുണ്ടെങ്കിൽ നാളെ ഓപ്പറേഷൻ നടക്കും. മോളുടെ പേരിൽ രാവിലെ അമ്പലത്തിൽ വഴിപാട് നടത്തിയിട്ട് ധൃതിയിൽ വരികയായിരുന്നു. സമയത്തിന് എത്താൻ കഴിഞ്ഞല്ലോ. എന്റെ കുട്ടിക്ക് ഒന്നും വരില്ല, ഒക്കെ ഭേദമാവും. എന്റെ ചന്ദ്രകുട്ടിക്ക് ദൈവങ്ങൾ അതിനുള്ള ശക്തി ഒക്കെ കൊടുക്കും.
സ്റ്റഡി പ്രോഗ്രസ് ആണ്. ധൈര്യമായിരിക്കും. എന്റെ മോളെ ഒന്ന് കാണാൻ. നിങ്ങൾ ധൃതി പിടിച്ചാലോ? അല്പം കൂടി ക്ഷമിക്കൂ. മോള് വിഷമിക്കണ്ട. ഡോക്ടർ, കുട്ടി കണ്ണു തുറന്നു. ഡോക്ടർ ആമിന. യെസ് ഡോക്ടർ. എന്താ മോളെ? God is great. She is out of danger. ഡോക്ടർ, Yes. മോളെ കാപ്പി കാപ്പി. എന്റെ ഗുരുവായൂരപ്പ,
ഡോക്ടർ